അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ തുറക്കാറായില്ലേ? അപ്പോൾ അതിന് മുന്നേ തന്നെ ആയിട്ട് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അനിയനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അവനൊരു ചെറിയ ടു ഡു ലിസ്റ്റൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങിയത് തന്നെ അവനെ കൊണ്ട് ഞാൻ മലയാളം അക്ഷരമാല എഴുതിപ്പിച്ചിട്ടായിരുന്നു. അപ്പോൾ അതവൻ നല്ല രീതിക്ക് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഈ ഒരു സംഭവമൊക്കെ ജസ്റ്റ് ഒന്ന് അവനെ കൊണ്ടൊക്കെ ഒന്ന് വായിപ്പിച്ചതിന് ശേഷം പിന്നെ ഞാൻ അവന് ചിഹ്നങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ അവൻ്റെ ചിഹ്നങ്ങൾ അറിയാം, പക്ഷേ ഈ ഒരു എ എ ഒ ഓ ആ ഒരു ചിഹ്നങ്ങൾ അവന് പലപ്പോഴും സംശയം ഉണ്ടാവാറുണ്ട്. അത് നമ്മളിൽ തന്നെ പലർക്കും ഉണ്ടാവുന്ന സംശയമാണ്. അത് എത്ര വലിയ ക്ലാസ്സിലെത്തി എന്ന് പറഞ്ഞിട്ടും ആ ഒരു സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ജസ്റ്റ് ഒന്നും കൂടെ എക്സാമ്പിൾസൊക്കെ പറഞ്ഞ് ഒന്നും കൂടെ അവനെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ അതിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചിഹ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് വരുന്നത് എന്നുള്ള സംഭവങ്ങൾ ഒന്നിങ്ങനെ പഠിപ്പിക്കുവാണ്. അപ്പോൾ അതൊക്കെ അവൻ നല്ല രീതിക്ക് തന്നെ കേട്ട് പഠിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ആ ഒരു ചിഹ്നങ്ങൾ വെച്ചിട്ട് കുറച്ച് വാക്ക് ഞാൻ പറഞ്ഞു. അപ്പോൾ അവനതൊരു കേട്ടയത്തിൻ്റെ രൂപത്തിൽ അതിങ്ങനെ എഴുതായിരുന്നു കേട്ടോ. അപ്പോൾ സ്വന്തമൊക്കെ തന്നെ അത് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാവും അവൻ എത്രത്തോളം നമ്മൾ ആ ഒരു പഠിപ്പിച്ച കാര്യം അവന് മനസ്സിലായിട്ടുണ്ട് എന്ന് നല്ല രീതിക്ക് തന്നെ മനസ്സിലാക്കാൻ അതിലൂടെ നമുക്ക് തന്നെ പറ്റുന്നതാണ്. അപ്പോൾ അവനത് ഫുള്ളും കറക്റ്റാക്കി എഴുതിയിട്ടുണ്ടായിരുന്നു. 5ൽ 5 മാർക്കും അവനതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ മാത്സ് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ അവനെ മാത്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അവന് ഞാൻ കുറച്ച് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനൊക്കെ ഒരു 5 പ്രോബ്ലം ഞാനതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടലും കുറയ്ക്കലൊക്കെ അവൻ നല്ല ഈസി ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഗുണിക്കലും ഹരിക്കലും അവന് കുറച്ച് ടഫുള്ള പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് ഈ ഒരു മാത്സിൻ്റെ സെക്ഷനിൽ അത് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 15 മിനിറ്റ് മാത്രമേ സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് എനിക്ക് ഗുണിക്കൽ മാത്രമായിട്ട് ഇന്ന് പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ ഈ ഒരു പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഗുണിക്കലും ഹരിക്കലാണ് അവന് ഇനി പഠിപ്പിക്കേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ഗുണിക്കൽ പഠിപ്പിക്കൽ കഴിഞ്ഞതിന് ശേഷം എന്നെ അവനൊരു 2 പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവൻ വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ഗുണിക്കൽ കുറച്ചൊക്കെ ഇതിൽ നിന്ന് മനസ്സിലായി എന്നാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു ഗുണിക്കലൊക്കെ ചെയ്തതിന് ശേഷം തന്നെ അവന് ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടു ഡൂവിൽ ഇംഗ്ലീഷും കൂടെ പഠിക്കാനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുള്ള ക്ഷമയൊന്നും ഓനക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നോക്കി ഇത്ര മതി എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ക്ലാസ് കഴിയാനായപ്പോൾ ഞാൻ അവന് ഹോംവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു കാക്കങ്ങ പഠിക്കാനും അതുപോലെ തന്നെ ഈ ചിഹ്നങ്ങളൊക്കെ ഒന്ന് നല്ല രീതിക്ക് തന്നെ പഠിച്ചു വരാനും ഗുണനൊക്കെ ഒന്നും കൂടെ നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ട് ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോംവർക്കായിട്ട്. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ബായ്.